പാലക്കാട് നല്ല ചൂടാണ്, പ്രത്യേകിച്ച് മുണ്ടൂര്. അതാണ് ഈ ചൂടത്ത് നമ്മൾ എന്ത് ചെയ്തു, കുറെ കാര്യങ്ങൾ ഉണക്കി. അതാണ് കുറെ നാൾ കാണാതിരുന്നത്. ഈ ഉണക്കിയ കാര്യങ്ങൾ വെച്ച് രുചികരമായ ഡിഷാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത കൂടെ അറിയിക്കാനുണ്ട്. കൊച്ചിൻ മഹായിടവക CSI കൊച്ചിൻ മഹായിടവക, അത് വെറും പാലക്കാട് ജില്ല മാത്രമല്ല, പാലക്കാട് നല്ല ജില്ലയാണ്. എറണാകുളം, മൂന്നാർ ജില്ലയല്ല, പക്ഷെ മൂന്നാർ ഏരിയ, തൃശ്ശൂര്. അപ്പോൾ കുട്ടികളെ ഈ 4 ജില്ലയുടെ കലാതിലകമായി, കുട്ടികളെ കലാതിലകമായി. ഇത് 1, 2, 3, 4ാമത്തെ പ്രാവശ്യമാണ് ആവണത്. എങ്ങനെ നമുക്ക് ഹെൽത്തി മിക്സ്, ആ ബൗൾസ് എങ്ങനെ, ബൗളല്ല കുട്ടികളെ, ബോൾ, ആ ഉണ്ട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. പച്ച നിലക്കടല, കടുകുവറ ഇത് എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട് കുട്ടിയെ. ഈ ഉണക്കമുന്തിരി, ഇത് പച്ചമുന്തിരി നമ്മൾ തന്നെ വീട്ടിൽ ഉണക്കിയതാണ്. ഈ പഴം അതെ, ചെറുപഴം, ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കിയ ചെറുപഴമാണ്. ഈ ഉണക്കമുന്തിരിയും നമ്മൾ വീട്ടിൽ ഉണക്കിയതാണ്. ഈന്തപ്പഴം നമ്മൾ വീട്ടിൽ ഉണക്കിയതല്ല കുട്ടികളെ, കാരണം സലീം കുമാർ ഏട്ടൻ പറയണ പോലെ അങ്ങ് ദുബായിലല്ല നമ്മൾ താമസിക്കുന്നത്. പിന്നെ നട്ട്സ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. നിലക്കടലയുണ്ട് വറുത്തത്, ശർക്കര. പിന്നെ കുട്ടികൾ ഇത് ഓരോന്നെടുത്ത് കഴിക്കുന്നത് നമുക്ക് തോന്നുന്നുണ്ടാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുട്ടികൾക്ക് ഇത് ബോൾസ് ആയിട്ട് ഇങ്ങനെ കൊടുക്കണം. അതാക്കണമെങ്കിൽ ആദ്യം നമ്മളിത് മിക്സിയിൽ ഓരോന്നായിട്ട് ഇതുപോലെ ഇടുക. എന്ന് നന്നായിരിക്കണു. ഇതുപോലെ പൊട്ടിച്ച് വേണം ഇടാൻ. മിക്സി സൂപ്പർമാൻ അല്ല കുട്ടിയെ, അതുകൊണ്ട് ഓരോന്നിട്ടിട്ട് അടിക്കുക, തുകനകളൊക്കെ കൊടുക്കുക. ശേഷം നമ്മൾ പൊടിച്ചെടുത്തു കുട്ടിയെ. തരിതരാന്ന് നമ്മൾ പൊടിച്ചെടുത്തു. ഇത് എൻ്റെ അമ്മ ഉരുട്ടിയതിന് ശേഷമുള്ളതാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കണു. വായിൽ അലിഞ്ഞു പോകും ഈ സാധനം. സ്കൂളിൽ നിന്ന് കുഞ്ഞുമക്കൾ വരുമ്പോൾ കൊടുക്കുക. അതേപോലെ അതിഥികൾ വരുമ്പോൾ അതിഥി ദേവോ ഭവ. ഹെൽത്തി ടേസ്റ്റി ബോൾസ് കഴിച്ചു നോക്കാം. കാണുമ്പോഴേ നല്ല ഭംഗിയാണ്. നിങ്ങൾ കണ്ടില്ലേ എന്തൊക്കെ ഉണക്കിയിട്ടിട്ടതെന്ന്. ഇത് വളരെ റിച്ചാണ് കുട്ടിയെ. അങ്ങനെ അല്ല, കുറച്ച് ടേസ്റ്റ് നോക്കിയായിരുന്നു. നിങ്ങളുടെ മുമ്പിൽ ഒന്നുകൂടെ നോക്കാം. കുഴപ്പമില്ലമ്മേ. അസലായിട്ടുണ്ട് കുട്ടിയെ. ഇത് ഇത്ര രുചിയാന്ന്, നമ്മുടെ പഴത്തു നിന്നൊക്കെ ഇത്ര രുചി വരുന്നത് നമ്മൾ ആരെങ്കിലും വിചാരിക്കുമോ? ആ പഴത്തിൻ്റെ ആ സ്വാദ്, ഉണങ്ങിയ പഴത്തിൻ്റെ സ്വാദ്, പഴം ഉണക്കിയാൽ മാത്രമേ അറിയുള്ളൂ. അപ്പം എല്ലാവരും പഴം അങ്ങനെ ഉണക്കി നോക്കുക. ആ ഡേറ്റ്സ്, ആ നിലക്കടല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ എത്ര ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഗസ്റ്റ് വരുമ്പോൾ ഗസ്റ്റിനെ ഞെട്ടിക്കുകയും ചെയ്യാം. അത് പറഞ്ഞിട്ട് നല്ല റിച്ച് സാധനമാണ്, ഒരുപാട് ഞെട്ടിക്കേണ്ട, നമുക്ക് ധനനഷ്ടം ഉണ്ടാവും. അതേപോലെ തന്നെ നല്ല രുചിയാണ്. അതാണ് വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഉണക്കമുന്തിരി എങ്ങനെ ഉണക്കി ഉണ്ടാക്കാം, അല്ല മുന്തിരി എങ്ങനെ നമുക്ക് ഉണക്കമുന്തിരി ആക്കാം, ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, പ്രചോദനം വരും. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കാം. നല്ല രുചിയാണ്.